തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതേഷ്. ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. കമന്റ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇന്ന് ഈ വീഡിയോ അയച്ചത് ഭുവനദാസ് പ്രതിഷ്ഠയാണ്. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കാര്യസിദ്ധി പൂജയുടെ ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വീഡിയോ ആണ്. ഇത് നടക്കുന്നത് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ വെച്ചാണ്. അവിടെ ഉണ്ടായ ഇന്നത്തെ ഒരു ചടങ്ങിന്റെ വീഡിയോ ആണിത്. എൻ്റെ നാട് തൃശ്ശൂരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, തൃശ്ശൂർ ജില്ലയാണെന്ന് അറിയാം. ഞാൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ കാരമുക്ക് എന്ന ദേശത്താണ്. കാരമുക്ക് ഗ്രാമമാണ്. ഇവിടെ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് എൻ്റെ വീട്. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ശ്രീനാരായണ ഗുരു പാദസ്പർശത്താൽ പുണ്യായ സ്ഥലമാണ് കാരമുക്ക്. അവിടെ വന്ന് ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ഒരിടം കൂടിയാണ് കാരമുക്ക്. ദീപപ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് ക്ഷേത്രം പണിത് പൂജാതികാതി കർമ്മങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമുള്ള ഒരു അമ്പലമാണ് ശ്രീനാരായണ ഗുരു അവിടെ പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവ അമ്പലത്തിന് ചുറ്റുമായി വിദ്യാലയങ്ങൾ പണിയാനുള്ള ആഹ്വാനം നടത്തുകയും അതിനോടനുബന്ധിച്ച് അന്നത്തെ ഒരു സമിതി ഉണ്ടാക്കുകയും കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം എന്നൊരു സമാജം ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന് കീഴിൽ അമ്പലത്തിന് ചുറ്റുമായി ഒരു നല്ല രീതിയിലുള്ളൊരു വിദ്യാലയം പണിയും ആ വിദ്യാലയം ഇപ്പോൾ +2 തലത്തിൽ വരെ ഉള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായി മാറിയിട്ടുണ്ട്. ഈ അമ്പലത്തിന് 7 കരകളും ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. ഈ 7 കരകളിൽ നിന്നും ശ്രീ ചിദംബര ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങളായി വിഷുപ്പൂരവും തൈപ്പൂയക്കാവടിയും നടന്നു വരുന്നുണ്ട്. അതിന് പുറമെ ചതയ ദിനാഘോഷം, ശ്രീനാരായണ ഗുരു ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക പരിപാടികൾ എല്ലാതും ഈ അമ്പലങ്ങളിൽ നടക്കുന്നു. ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ മതസൗഹാർദ്ദം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ശ്രീനാരായണ ഗുരു വന്നതിന് ശേഷം ഇവിടെ ഒരു ദീപം നൽകുകയും ആ ദീപം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഘടനാ പാഠവും ഇവിടെ കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജത്തിന്റെ കീഴിൽ നടന്നിരുന്നു. അതിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി ഇപ്പോഴും കുട്ടികൾ പഠിച്ചു വളർന്ന ഒരു സ്കൂള് ഈ അമ്പലത്തിന് ചുറ്റുമുണ്ട്. ഈ ചടങ്ങ് നടക്കുമ്പോൾ ഭൂരിഭാഗവും സ്ത്രീജനങ്ങളും വയോധികരുമാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അതിന് മെയിൻ കാരണം അവര് ശ്രീനാരായണ ഗുരു ബന്ധപ്പെടുത്തി നടത്തിയ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം കൂടാനുണ്ടായ കാരണം അവർ വളർന്ന ചുറ്റുപാടാണ്. ചെറുപ്പം മുതലേ ശ്രീനാരായണ ആദർശങ്ങളും ശ്രീനാരായണ മൂല്യങ്ങളും അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ചടങ്ങിൽ കൂടുതലും ശ്രീനാരായണീയരായ ഈ ഭക്തജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ഗുണം ഇവരിലൂടെ ഇവരുടെ മക്കൾക്കും ലഭിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ അച്ഛനടക്കം ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വയസ്സായ അച്ഛനാണ്. പ്രായാധിക്യം നന്നായിട്ടുണ്ട്. എന്നാലും ആൾക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആവേശം കൂടുതലാണ്. അദ്ദേഹത്തിന് വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞാലും അദ്ദേഹം പോയിരിക്കും. അത് അദ്ദേഹത്തിനാണ് അരിഞ്ഞു തന്നിട്ടുള്ള ഒരു കഴിവാണ്. പക്ഷെ വന്നതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീട്ടിൽ പറയുന്നത് പോലെ നമ്മൾക്ക് കൂടുതൽ അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ കൂടെ വളർന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേട്ടിട്ടും എനിക്കും എൻ്റെ കുടുംബത്തിനും നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഇതും ചെറുപ്പം മുതലേ ഞാനും അമ്പലങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. പ്രയത്നിക്കാൻ മീൻസ് നമ്മളെ കഴിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതിന് പുറമെ ജാതി മതഭേദമന്യേ എല്ലാവരോടും
നല്ല രീതിയിൽ സമാധാനമായി പെരുമാറാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകളിലെല്ലാം എന്തോ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ശ്രീനാരായണ ഗുരു എന്നിൽ പറയുന്നത് കേട്ട് വളർന്നത് കൊണ്ടായിരിക്കാം ഇപ്പൊ ഈ രീതിയിൽ സംസാരിക്കുന്നത്. ശ്രീനാരായണ ഗുരു കേട്ട് വളർന്നുകൊണ്ടല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞ ആശയങ്ങൾ എന്നിലൂടെ എത്തിയത് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഈ കാരമുക്ക് എന്ന ദേശത്ത് ഒരുവിധം മിക്ക ആളുകളും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ പങ്ക് വളരെ കൂടുതലായിട്ടുണ്ട്. ശ്രീനാരായണ ആശയങ്ങൾ ഇവിടെയുള്ള എല്ലാ വീടുകളിലേക്ക് എത്തിക്കുന്നതിനും അതിന് കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടായാലും പല സാഹചര്യ തടസ്സങ്ങൾ ഉണ്ടായാലും അതിൽ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച പഴയകാല ആൾക്കാരുടെ ഒരു ശക്തിയാണ് ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിനും ഇവിടെ സമാജം എന്ന ഒരു പ്രസ്ഥാനം ഇത്ര വളർന്നു വലുതാകാനുണ്ടായ കാരണം. അതിനു ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്ന സമാജം ട്രസ്റ്റിനും അതിൽ വലിയ മുഖ്യ പ്രാമുഖ്യമുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറം ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതും കൂടി ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്നതും ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ചെറിയൊരു വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടുത്തെ മതസൗഹാർദ്ദമാണ്. ക്രിസ്ത്യൻ ഹിന്ദുസ് എല്ലാവരും ആഘോഷിക്കുന്ന, മുസ്ലിംസും എല്ലാ വിഭാഗക്കാരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ വിഷുപൂരോത്സവവും തൈപ്പൂയ എല്ലാം. അതിനെല്ലാം കാരണം ഇവിടെ ശ്രീനാരായണ ആശയങ്ങൾ, അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്താനുണ്ടായ സാഹചര്യം കാരമുക്കിന് ഉണ്ടായി എന്നതാണ്. ഇവിടെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും അറിയാം. മതസ്പ്രദ്ധ എന്ന സംഭവം കാരമുക്ക് എന്ന ഗ്രാമത്തില് ആർക്കും കാണാൻ സാധിക്കുകയില്ല എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അത്രയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷെ എനിക്ക് എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. ജിതേഷ്.